ഹലോ മച്ചാന്മാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നെന്താണ് ഒരു പ്രത്യേകത വീഡിയോയിലല്ലേ? ഒരു ഇൻട്രോ ഒക്കെ ഉണ്ട്. ഇൻട്രോ ഇടേണ്ടി വന്നു, കാരണം 100 സബ്സ്ക്രൈബർ തിരഞ്ഞിരിക്കുകയാണ്. കറക്റ്റ് ഒരു മാസം കൊണ്ട് 100 സബ്സ്ക്രൈബർ ആയി. തുടങ്ങിയിട്ട് കറക്റ്റ് ഇന്ന് 30 ദിവസം കഴിയാണ്. അപ്പോൾ 100 സബ്സ്ക്രൈബർ അതിൻ്റെ സന്തോഷമാണ്. അത് വേണ്ട എന്ന് വെച്ചൊരു കണ്ടൻറ്റിലാണ് എനിക്ക് വ്യൂസ് കൂടിയേക്കുന്നത്. അതായത് ഈ ട്രേഡിങ്ങിനെ കുറിച്ചിട്ട് വേണ്ട എന്ന് വെച്ചൊരു കണ്ടൻറ്റിലാണ് വ്യൂസ് കൂടിയേക്കുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം 2 വീഡിയോ ചെയ്തിരുന്നു ട്രേഡിങ്ങിനെ കുറിച്ചിട്ട്. അതിൽ ഒരുപാട് വ്യൂസ് ഉണ്ടായി, സന്തോഷം. ഒരുപാട് ലൈക്കുകളും വന്നു, അതിലും സന്തോഷമുണ്ട്. ഇപ്പോൾ എന്താണ് എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഒരുപാട് പേര് ഇതിൻ്റെ ബേസിക്കായിട്ട് അറിയാൻ വയ്യാത്ത ഒരുപാട് ആൾക്കാർ ഇത് കണ്ടിട്ട് അതിൽ ഇൻസ്പയറായി പലതും ചെയ്യാനായിട്ടൊരു താല്പര്യത്തിലൂടെ നിൽക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു ഉദ്ദേശം എന്നെനിക്കറിയില്ല. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ പറഞ്ഞതിൻ്റെ നല്ല വശം മാത്രമേ എല്ലാവരും എടുത്തിട്ടുള്ളൂ. അതിനകത്തൊരു മോശവശമുണ്ട് എന്നുള്ളതാണ് വേറെ കാര്യം. ഫ്രൈഡേയിൽ ചെയ്ത ഒരു പ്രോഫിറ്റായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ എത്ര കയറി സബ്സ്ക്രൈബേഴ്സ് കൂടാനുള്ള കാരണം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, അതിലന്ന് പ്രോഫിറ്റ് ആയതുകൊണ്ട് അതിൽ ഇൻസ്പയറായ ഒരുപാട് കമൻസൊക്കെ വന്നു. ഒരുപാട് പേര് ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിച്ചു. ബേസിക്ക് പോലും അറിയാതെ ഒരുപാട് പേര് അപ്പോൾ ഇവനിക്ക് നിസ്സാര സമയം കൊണ്ട് 2-2.5 മണിക്കൂർ കൊണ്ട് അവൻ 10% പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്, ശരിയാണ്. പക്ഷേ അത് പ്രോഫിറ്റല്ല, ലോസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ 2.5 മണിക്കൂർ കൊണ്ട് അതെനിക്ക് ലോസ് ആവേണ്ടതുമാണ്. അതും കൂടി പറയാനാണ്. അപ്പോൾ ഇത് ഇതിനകത്തുള്ള വലിയ പുലികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ചെറിയ പുലിക്കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അറിയാമെന്നുള്ളതാണ് മെയിൻ. അതിൽ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എടുത്ത സ്റ്റോക്കുകളൊക്കെ എടുത്തിട്ട് നമ്മളിപ്പോൾ ഒരു പയ്യൻ എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ ഏകദേശം 4 മണിക്കൂർ കൊണ്ട് 2.5 മണിക്കൂർ കൊണ്ട് ഇത്രയും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനൊരു 1000 സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് 1000 ഷെയർ എടുത്തിട്ട് അത് എനിക്ക് 75 പൈസ ലാഭത്തിൽ 750 രൂപ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അവൻ എന്നോട് ചോദിച്ചത്. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, 1000 ഷെയർ എൻ്റെ ലൈഫിൽ മൊത്തം ട്രേഡുകൾ എടുത്തു നോക്കിയാലും ഈ പറഞ്ഞ പോലെ ഞാൻ 1000 ഷെയർ ഞാൻ ഒരുമിച്ച് എടുത്തിട്ടില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 200-നടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരിക്കലും ഞാൻ 1000 എടുത്തിട്ടില്ല. അപ്പോൾ പുള്ളി വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ ഇപ്പോൾ SBIൻ്റെ തന്നെ മേലുള്ള 5.3 5.10 കണ്ടോ. അപ്പോൾ അതാണ് നമ്മളുടെ പ്രൈസ് റേഞ്ച് എന്ന് ഓർത്തിരിക്കുകയാണ്. അപ്പോൾ എന്നാൽ അതല്ല അതിൻ്റെ പ്രൈസ് റേഞ്ച്. അതിനകത്ത് വരുന്ന പോയിന്റിൽ വരുന്ന 5.35 5.10 5.25 ഏറ്റവും മേളിൽ ഇങ്ങനെ ഓടുന്നുണ്ടോ, ആ പോയിന്റ് വരുമ്പോൾ വരെ നമുക്കിവിടെ വലിയൊരു എമൗണ്ട് ഡിഫറൻസ് വരും. അതിൻ്റെ വാല്യൂ എത്രയാണോ അതാണ് നമുക്കതിനകത്ത് കയറാം. അപ്പോൾ അവനകത്ത് ചോദിച്ചൊരു കാര്യമാണ്, നമ്മളിതെങ്ങനെ ഇതിൻ്റെ അകത്തുള്ള പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അവനൊരു 1000 ഷെയർ വാങ്ങിക്കുന്നു, നമ്മളത് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കും എന്നുള്ളതാണ്. നമ്മൾ ഇതുപോലെ കാൽക്കുലേറ്ററൊക്കെ എടുത്ത് വെച്ച് എത്ര ഷെയർ വാങ്ങി, അപ്പോൾ നമുക്കത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എത്ര എമൗണ്ട് വരുമെന്നുള്ളതും നമ്മൾ അതിനകത്ത് നോക്കിയിരുന്ന് കാൽക്കുലേറ്റ് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വെയിറ്റ്. ഇത് SBIൻ്റെ ആണ്. ഇത് ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. ഇന്നിപ്പോൾ ഞാനാണിത് ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞ പോലെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ നേരെ സെല്ലെടുക്കാനാണ് താല്പര്യപ്പെടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ്റെ ആ പച്ച കളറുണ്ടോ, ഇവിടെ നിന്ന് കുതിച്ചുയർന്ന പോലെ എലിവാണം വിട്ട പോലെ ഒരു സാധനം മേളിലോട്ട് പോയേക്കണുണ്ടോ, ആ പച്ച അടിച്ച് മേളിൽ പോയേക്കണുണ്ടോ. 3 മിനിറ്റിന് ഇട്ട് വെക്കാം. അത് താഴേക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അത് പ്രതീക്ഷ എനിക്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രതീക്ഷകൾ തെറ്റാട്ടോ. എൻ്റെ പ്രതീക്ഷകളിലല്ലോ ഈ ട്രേഡിങ് നടക്കുന്നതൊക്കെ. പ്രതീക്ഷ എപ്പോഴെങ്കിലും തെറ്റാം. പിന്നെ ഞാനത് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നും ഈ കയറ്റവും ഇറക്കവും എല്ലാ ട്രേഡുകളിലും ഉണ്ടാവും. അത് എത്ര വരെ കയറും എത്ര വരെ ഇറങ്ങും എന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് VWAP കണ്ടോ, സെൻട്രൽ പീരിയഡ് റേഞ്ച്, ഇതൊക്കെ ഇതിനകത്ത് ഈ സ്ട്രാറ്റജിയുടെ പരമായിട്ട് പലരും ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഞാൻ അതൊന്നും എടുത്ത് വെക്കാറില്ല കേട്ടോ. ഞാൻ അന്ന് ഓണാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. ഞാൻ ഇത്ര ചിന്തിക്കാറുള്ളൂ. നിസ്സാരമായിട്ട് കമ്പനി. ഇന്നത്തെ ട്രേഡാണ്, തിങ്കളാഴ്ച ഇന്നത്തെ ദിവസമാണ്. ഇന്നത്തെ ഡേറ്റ് 15/7/2024. ഇന്നത്തെ ട്രേഡിൻ്റെയാണ്. ഇത്രയും ആ പച്ച കണ്ടോ,
ആ പച്ചയിൽ ഇന്നത് താഴേക്ക് വരാനാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ കേട്ടോ, അവൻ താഴേക്ക് കുതിച്ചുകൊണ്ടിരിക്കുക. ശരി, ഞാൻ അതിലേക്കൊക്കെ പറയുമ്പോൾ നിങ്ങൾ കയറി ഇൻസ്പയർ ആയിട്ട് ഓടിപ്പോയി ഒന്നും ചെയ്യരുത്. കാരണം നിങ്ങൾ ആദ്യമേ ഈ 1000 ഷെയർ എന്നുള്ള കാര്യം വിടൂ. അതിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കണ്ണ് തള്ളിപ്പോവും. 100, 150, 200 നല്ല എക്സ്പേർട്ടായ ആൾക്കാർ എടുക്കുന്ന ഷെയറുകളാണ്. ഓക്കെ, ഈ എനിക്കത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഞാൻ അന്ന് ചെയ്ത 2 വീഡിയോസിൽ നിങ്ങളതിൻ്റെ ഒരു പോസിറ്റീവ് വശം മാത്രം എടുത്തു എന്നുള്ളതാണ്. ഇതിനൊരു നെഗറ്റീവ് വശം കൂടിയുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ അന്ന് ഒരു 5,000 ഒരു 10% പ്രോഫിറ്റ് ഞാൻ എടുത്തു. ആ പ്രോഫിറ്റിനകത്ത് എനിക്ക് ഏകദേശം 10% കിട്ടി. അത് ലോസായിരുന്നുണ്ടെങ്കിലുണ്ടല്ലോ, ആ 10% പോവും. അതിനകത്ത് ഞാനെടുത്ത 3 ട്രേഡിൻ്റെ ബ്രോക്കറേജും പോവും, അതിൻ്റെ ടാക്സും പോവും. ബാക്കി ടാക്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ടാക്സുകൾ, ഏതൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതൊക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് പോകുന്ന എമൗണ്ട് 10% ആയിരിക്കില്ല, 13 or 14% മാറിയെന്നിരിക്കും. ഓരോ ട്രേഡിനും മാക്സിമം അവർ 20 രൂപ വെച്ച് കട്ടാക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കണ്ടോ, ടാറ്റ മോട്ടോഴ്സ് ഉണ്ടോ ഏറ്റവും ടോപ്പിലുള്ളത്. ടാറ്റ മോട്ടോഴ്സിന് നമുക്കൊരു കണക്കെടുത്ത് നോക്കാം. ടാറ്റ മോട്ടോഴ്സ്, എനിക്കിപ്പോൾ എൻ്റെ ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു പ്രഡിക്ഷൻ ശരിയാണെന്നുണ്ടെങ്കിൽ ഇത് താഴേക്ക് തന്നെ വരുന്നുള്ള. കാരണം അത് താഴേക്ക് വരുമെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, അതിന് മുമ്പ് ഇന്നത്തെ ദിവസം 7:15 സ്റ്റാർട്ട് ചെയ്തതുണ്ടോ, അവനെ അത്രയും പൊക്കത്തിലോട്ട് അടിച്ച് കയറി നിൽക്കണേ. അപ്പോൾ അവൻ അതുപോലെ താഴേക്ക് വരും. താഴേക്ക് വന്നാലും അവൻ വീണ്ടും തിരിച്ച് മേളിലോട്ട് കയറുകയും ചെയ്യും. ഇപ്പോൾ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ഇനി അവൻ വീണ്ടും തിരിച്ച് മേളിലേക്ക് കയറുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കഴിഞ്ഞ 1 വർഷത്തേക്കുള്ള ഞാൻ എടുത്ത് കാണിച്ചു തരാം. കണ്ടോ, 1 വർഷത്തേക്കുള്ള ടാറ്റ മോട്ടോഴ്സിൻ്റെ ഇത് കണ്ടോ, അവനങ്ങനെ അങ്ങോട്ട് കയറി പോയി. പക്ഷേ എല്ലാ ദിവസവും കയറി പോകുമ്പോഴും അവനത് ഇറങ്ങുന്നുമുണ്ട് കയറുന്നുമുണ്ട്. ഈ ഇറങ്ങുമ്പോഴും കയറുമ്പോഴും നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ ആ ഇറങ്ങുന്നതിൻ്റെ ആദ്യത്തെ സമയം പോലും നമ്മൾ കൂടെ നിൽക്കുക, കയറുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ അവരെ ആദ്യത്തെ സമയം പോലും കൂടെ നിൽക്കുക എന്നുള്ളതിലാണ് കാര്യം. മനസ്സിലായോ? ഇപ്പോൾ പച്ച തുടങ്ങിയേക്കണം നോക്കി, ആ തുടങ്ങിയ സമയത്ത് നമ്മളതിനകത്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നല്ല എമൗണ്ട് അതിനകത്ത് അച്ചീവ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ വേറെ ഏതോരൊന്ന് കാണിച്ചു തരാം, നോക്കട്ടെ. മൂവ്മെൻറ്റ് കണ്ടോ, APC മൂവ്മെൻറ്റ് കുറവുള്ള അംബുജ സിമെൻ്റ് എടുത്തു. ഇവനാണ് കഴിഞ്ഞാണ് നമ്മളെ ഇവൻ്റെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങളെല്ലാവരും ഒന്ന് ഇൻസ്പയർ ആയത്. ഓക്കെ, അംബുജ സിമെൻറ്റിൻ്റെ ട്രേഡ് എടുത്തിട്ടുണ്ട്. അംബുജ സിമെൻ്റ് ഒന്ന് ബാക്ക് അടിച്ച് നോക്കാം കഴിഞ്ഞ അടുത്ത അവസ്ഥ എന്താണെന്നുള്ളത്. കണ്ടോ, അവൻ കഴിഞ്ഞാണ് നിർത്തിയത് എവിടെ വെച്ചിട്ടാണ്, തുടങ്ങിയത് എവിടെ വെച്ചിട്ടാണ്. കഴിഞ്ഞ മിനിറ്റ് അംബുജ ടാറ്റ മോട്ടോഴ്സ് നല്ല റേഞ്ചുണ്ട്, ടാറ്റ സ്റ്റീൽ. ഓക്കെ, ഞാൻ സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ അതിനകത്ത് ചാടിക്കയറിയകത്ത് ഈ പിള്ളേർ സെറ്റ് എന്ന് പറഞ്ഞാൽ, എനിക്ക് 36 വയസ്സായി. ചെറിയ അനിയന്മാരുടെ പ്രായമുള്ള പിള്ളേർ, അവർ ഇത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ഇൻസ്പയർ ആയിട്ടുണ്ട്. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഈ നിങ്ങളങ്ങനെ ഫുൾ ടൈം ട്രേഡറിലോട്ട് മാറരുത്. ഞാൻ ഫുൾ ടൈം ട്രേഡർ അല്ലല്ലോ. ഫുൾ ടൈം ട്രേഡർ അല്ല എന്ന് പറയാൻ കാരണമായിട്ട് വോൾട്ടാസ് ഞാൻ ഫുൾ ടൈം ട്രേഡർ അല്ലല്ലോ. ഞാൻ ഫുൾ ടൈം ട്രേഡർ അല്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൊരുപാട് കാശ് പോകും നമ്മൾ ഇതൊരു ജീവിത വരുമാനമായിട്ട് മാത്രം എടുക്കരുത്. ഇതൊരു ഗെയിമിംഗ് മോഡിൽ എടുക്കണം. നമ്മളൊരു ഗെയിമറായിട്ട് മാറിയിട്ട് ഇപ്പോൾ ഗെയിമുകളിൽ നമ്മൾ പല ലെവലുകളും ജയിച്ച് മുന്നോട്ട് പോകില്ലേ എന്ന് പറഞ്ഞ പോലെ ഇതൊരു ഗെയിം മോഡായിട്ട് എടുക്കണം. ഇതിനകത്ത് നമ്മളൊരു ജീവിത വരുമാന മാർഗമാക്കി എടുത്താൽ നമ്മളുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് പോകും, നമ്മളുടെ മനസ്സമാധാനം പോകും, നമ്മൾ ചെയ്യുന്ന ജോലി മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് എല്ലാ ദിവസവും ട്രേഡർ ആവാതെ നമുക്ക് ഇതിൻ്റെ ഈ അനലിസ്റ്റിസൊക്കെ നോക്കി അത് കണ്ടുപിടിച്ച് അത് നമ്മളിപ്പോൾ ഇന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ തലേന്നേ നോക്കി വെക്കണം. അവൻ തലേന്ന് ഏത് ട്രേഡിലാണ് അവനത് സ്റ്റോപ്പ് ചെയ്തത്, നഷ്ടത്തിലാണോ ലാഭത്തിലാണോ, അതായത് തുടങ്ങിയതിനേക്കാൾ ഒരുപാട് മുകളിലാണോ അത് ഒരുപാട് താഴെയാണോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി വെക്കണം. അതിന് മുമ്പുണ്ടായിരുന്ന ട്രേഡ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കി വെക്കണം. ഇത് വോൾട്ടാസിൻ്റെ നോക്കി അവൻ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവനിക്ക് താഴോട്ട് വരാനുള്ള സമയമായിട്ടുണ്ട്. പക്ഷെ അത് ഇന്നാണോ നാളെയാണോ എന്നുള്ളത് നമ്മൾ നോക്കി നിൽക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങുമ്പോൾ ഏറ്റവും ടോപ്പിലാണ് അവൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വണ്ടി ഇട്ട് കാണിച്ചത്, ഇപ്പോൾ 1 year എടുത്ത് വെച്ചേക്കുന്നത്, വണ്ടി ഇട്ട് കാണിച്ചത് കണ്ടോ, ഇന്നാ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് എത്ര വരെ ഇറങ്ങും എന്നുള്ളത് നമുക്ക് ഇപ്പോഴേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് മെയിൻ കാര്യം. ഇപ്പോൾ ഇത്രയും താഴേക്ക് ഇറങ്ങി, ഇപ്പോൾ വീണ്ടും താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ. അപ്പോൾ നമ്മൾ ഈ ഇറങ്ങുന്ന മേളത്തെ 2ാമത്തെ ക്യാൻഡിൽ ഉണ്ടോ, ആ ഇറങ്ങുന്ന ആ ക്യാൻഡിലിൻ്റെ അവിടെ നിന്ന് നമ്മൾക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ.
ഈ ഞാൻ ഇൻട്രാഡേ എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത്, ഇൻട്രാഡേയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാഡേ ഈ രാവിലെ 9:15 തൊട്ടിട്ട് ഉച്ചയ്ക്ക് 3:30 വരെയാണ്. ഓക്കെ, ഈ 3:30 വരെയും നമ്മൾ ഇതിനകത്ത് കയറി ഇരിക്കണമെന്നില്ല. ഞാൻ അതിൽ ഉപയോഗിക്കുന്നത് വെറും സ്കാൽപ്പിംഗ് ആണ്. സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ, ഇവന്മാർ കയറുമ്പോൾ നമ്മൾ അവൻ്റെ കൂടെ കയറും, ഇവന്മാർ ഇറങ്ങുമ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഇറങ്ങുകയും ചെയ്യും. ഓക്കെ, അയ്യോ ഓക്കെ. അപ്പോൾ ഇവന്മാർ ഇറങ്ങുമ്പോൾ ഞാൻ കൂടെ ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ 9:15 തൊട്ട് 3:30 വരെ ഞാൻ ഇത് തുറന്നു വെച്ചുകൊണ്ടിരിക്കുകയല്ല. ഞാൻ ഇന്ന് ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാനത് ഇന്നലെ ഏത് ട്രേഡാണ് എടുക്കേണ്ടത്, ഇത് ഏതാണ് ഏറ്റവും അടിയിൽ പോയത് ഏതാണെന്ന് ഞാൻ നോക്കും. ഏറ്റവും അടിയിൽ പോയതിൽ നിന്നാണ് അവർ കയറാനൊരു ചാൻസ് ഉള്ളൂ. എൻ്റെ പ്രഡിക്ഷൻ എപ്പോഴും ശരിയായിക്കൊള്ളുന്നില്ല, തെറ്റുകയും ചെയ്യും. ഇതാണ് ആ പോർട്ട്ഫോളിയോ. ഈ നേരത്തെ ചോദിച്ച പയ്യൻ ചോദിച്ചത്, കമ്മൽ ചുറ്റാൻ ചോദിച്ചത്, നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത് ചോദിച്ചത്. ഈ പോർട്ട്ഫോളിയോയിൽ നോക്കിയാൽ അറിയാം. അതിൽ നേരത്തെ എൻ്റെ പ്രോഫിറ്റുകളൊക്കെ കാണിച്ചപ്പോൾ കണ്ടില്ലേ, അത് ഈ പോർട്ട്ഫോളിയോയിലാണ്. ഓക്കെ, ഈ പോർട്ട്ഫോളിയോയിലാണ് നമ്മുടെ ലാഭവും നഷ്ടമൊക്കെ കാണിക്കുക. മുതലിൽ നിന്നല്ല, നമുക്ക് ഇന്ന് കിട്ടുന്ന ലാഭം എത്രയുണ്ട്, നഷ്ടം എത്രയാണെന്നുള്ളതൊക്കെ നമുക്ക് അതിൽ നിന്ന് കാണിക്കാം. മേളിലുണ്ടോ ഡേസ് ആൻഡ് P&L, പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ളതാണ് എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഇതിൽ കയറി, ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരു പേപ്പറും പേന എടുക്കുക. ഒരു പേപ്പറും പേനയെന്നല്ല, ഒരു ഡയറി തന്നെ എടുക്കുക. നിങ്ങൾ കുറച്ച് ദിവസം ഇത് ചെയ്യാൻ താല്പര്യമുള്ളവരോടാട്ടോ പറയുന്നത്, ഇത് ബിഗിനേഴ്സിനോടാണ് പറയുന്നത്. കുറച്ച് ദിവസം ചെയ്യാതെ നോക്ക്. ഞാൻ ഫുൾ സീറോയിലാണ് നിൽക്കുന്നത്. ഈ സീറോയിൽ നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കലും ക്യാഷ് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കില്ല. ഇൻവെസ്റ്റ് വെച്ചാൽ എന്താ കുഴപ്പം, ഇതിനകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഞാൻ ഡെയിലി എടുത്ത് ട്രേഡ് ചെയ്യും. ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ, എപ്പോൾ ആവശ്യമുണ്ടോ അപ്പം മാത്രം അത് കയറി എടുക്കും, എപ്പോൾ മാത്രം അതിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞാൻ ആ ട്രേഡ് എടുത്തിട്ട് ഇറങ്ങുമ്പോൾ ആ കാശ് ഫുള്ള് അവിടെ നിന്ന് വിഡ്രോ ചെയ്യും. ഫുള്ള് 0/0 ആക്കി വയ്ക്കും. അല്ലാതെ അതിനകത്ത് കാശ് ഇട്ട് വെച്ചിരുന്ന എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, എൻ്റെ മനസ്സ് മാറും. എല്ലാ ദിവസവും മനസ്സ് മാറും. എല്ലാ ദിവസവും എനിക്ക് ട്രേഡ് എടുക്കാൻ തോന്നും. ആണോ, വിഡ്രോയിലൊന്നുമില്ല, എനിക്ക് വിഡ്രോ ഒന്നുമില്ല, കാരണം എമൗണ്ട് ഫുൾ 0 ആണ്. പിന്നെ അതിൽ എന്ത് വിഡ്രോ ചെയ്യാൻ, എന്ന് ട്രേഡ് എടുക്കാൻ തോന്നണോ അന്ന് ഞാൻ അതിൽ കയറി ക്യാഷ് ആഡ് ചെയ്യും, അന്ന് ട്രേഡ് എടുക്കും. നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും ആ എമൗണ്ട് മൊത്തം ഞാൻ വിഡ്രോ ചെയ്യും. ഈ നഷ്ടം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു അടുത്ത ട്രേഡ് കൂടി എടുത്തിട്ട് ആ നഷ്ടം നികത്താൻ നോക്കും. അടുത്ത ട്രേഡ് എടുക്കും, നമ്മൾ നഷ്ടം നികത്താൻ നിൽക്കും, വീണ്ടും നഷ്ടത്തിൽ പോകും. പിന്നെ ഈ 2 നഷ്ടത്തോടെ നികത്താനായിട്ട് വേറെ ട്രേഡ് എടുക്കും, അതും വീണ്ടും നഷ്ടത്തിൽ പോകും. ഈ നഷ്ടത്തിൽ പോകുന്നത് മാത്രമാണോ പ്രശ്നം? അല്ല, നഷ്ടത്തിൽ പോകുമ്പോൾ അതിനകത്ത് എടുക്കുന്ന ഓരോ ട്രേഡിൻ്റെയും ബ്രോക്കറേജ്, അതിൻ്റെ ടാക്സ്, ആ ടാക്സ്, ഈ ടാക്സ്, മറ്റത് മറിച്ചതെന്ന് പറഞ്ഞ് നല്ലൊരു എമൗണ്ട് കട്ടിങ് വരും. അന്ന് ഒരു 10% പ്രോഫിറ്റ് കിട്ടിയിട്ട് എനിക്ക് കിട്ടിയത് ശരിക്കും എൻ്റെ കയ്യിലേക്ക് കിട്ടിയത് എത്രയാണെന്നറിയോ? 6, 6, 7 അടുത്തെന്തോ കിട്ടിയിട്ടുള്ളൂ. ആ വോൾട്ടാസ് അത്ര ഇറങ്ങിയിട്ട് അപ്പം വീണ്ടും കയറിയണുണ്ടോ? വീണപ്പം അവൻ താഴേക്ക് ഇറങ്ങുകയാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ എൻ്റെ പ്രഡിക്ഷൻ തെറ്റി, കണ്ടില്ലേ? പ്രഡിക്ഷൻ തെറ്റിയെന്ന് പറഞ്ഞാൽ, ആ റെഡിൻ്റെ ടോപ്പിനെ കയറിയിട്ട്, അതായത് 1530 അതിനെ കയറിയിട്ട് അവൻ ഇറങ്ങിയത് 1518 വരെയാണ്. ആ 1518 ഇടയിൽ വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ലാഭമാണ്. അതല്ല, അത് നിങ്ങൾ നോക്കി നിൽക്കുമ്പോൾ അടുത്തവൻ കയറിക്കൊണ്ടിരിക്കുകയാണ്, ചിലപ്പോൾ വീണ്ടും ഇനി താഴേക്ക് ഇറങ്ങും. അപ്പം മനസ്സിലായോ? ഇതിന് സ്റ്റോപ്പ് ലോസ് വയ്ക്കാതെ നമുക്ക് ആ പ്രോഫിറ്റിൻ്റെ കൂടെ നമ്മൾ കയറിയിട്ട് കുറച്ച് പ്രോഫിറ്റ്, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതിനകത്ത് ട്രേഡ് ചെയ്ത് ട്രേഡിങ്ങിലൂടെ കാശുണ്ടാക്കി ഫെറാറി വാങ്ങിയവരും പ്രൈവറ്റ് ജെറ്റ് വാങ്ങിയവരും ഫ്ലാറ്റ് വാങ്ങിയവരൊക്കെ ഒരുപാട് വീഡിയോസ് ഇതിനകത്ത് യൂട്യൂബിൽ കിടന്ന് ഓടുന്നുണ്ട്. അതൊക്കെ കണ്ട് നമ്മൾ ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ ഇതിലും കൊണ്ട് കാശ് ഇട്ടരുത്. ഒരു ഡയറി എടുക്കുക, ഒരു പേനയും പേപ്പർ എടുക്കുക. നിങ്ങളിപ്പോൾ ഇന്ന് ഫോർ എക്സാമ്പിൾ ഇന്ന് വോൾട്ടാസാണ് എടുക്കാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾക്ക് ഇന്ന് ബൈ ആണോ സെല്ലാണോ നിങ്ങളൊരു തീരുമാനം എടുക്കുക. അതിന് നിങ്ങൾ കണ്ടുവച്ച റീസൺ എന്താണെന്നുള്ളതും ആ പേപ്പറിൽ ആ ഡയറിയിൽ എഴുതി വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ബൈയോ സെല്ലോ എന്താ വെച്ചാൽ നിങ്ങൾ എടുക്കുക. എന്നിട്ട് അത് ഇരുന്ന് വാച്ച് ചെയ്യുക. വാച്ച് ചെയ്തിട്ട് അതിൻ്റെ നിങ്ങളുടെ പ്രഡിക്ഷൻ ശരിയായിരുന്നോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് സ്വന്തം മനസ്സിലാക്കുക. പ്രഡിക്ഷൻ തെറ്റായിരുന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് തോന്നിയ കാരണങ്ങൾ, എന്തുകൊണ്ട് എൻ്റെ പ്രഡിക്ഷൻ തെറ്റി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാരണങ്ങൾ, മറ്റുള്ളവരുടെ വീഡിയോയിൽ അവർക്ക് തോന്നുന്ന കാരണങ്ങളല്ല, നിങ്ങൾക്ക് തോന്നുന്ന കാരണങ്ങൾ. കേട്ടോ, അവൻ വീണ്ടും കയറണുണ്ടോ? അപ്പോൾ നമുക്ക് ആ കിട്ടിയ ലാഭം പോയിട്ട് ഇനി അടുത്ത നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയ കാരണങ്ങൾ, എന്തുകൊണ്ട് നമ്മളിതിൽ തോറ്റു എന്ന് നിങ്ങൾക്ക് തോന്നിയ കാരണങ്ങളും അതിൻ്റെ കൂടെ എഴുതി വയ്ക്കുക. അതിനാണ് പേപ്പർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതാകുമ്പോൾ കയ്യിൽ നിന്ന് കാശ് നഷ്ടം വരില്ല. ഒരു മാസം നിങ്ങൾ ഡയറി ഒന്നും അറിയാത്ത ഈ തുടക്കക്കാർ പിള്ളേർക്ക് വേണ്ടിയിട്ട് പറഞ്ഞ കേട്ടോ, നമ്മളെ അന്യന്മാരാണ് എല്ലാവരും. അവർ ഇത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് കുറച്ച് കാശ് കൊണ്ടേ കളയാമെന്ന് പറയാൻ നമുക്ക് വേദനയുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് പൈസ ഞാൻ കൊണ്ടേ കളഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് ഈ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇതിനകത്ത് വരുന്ന സമയത്ത് നിങ്ങളെപ്പോലെ തന്നെ ആഗ്രഹങ്ങളായിരുന്നു എനിക്കും. ഫസ്റ്റ് സമയത്ത് ഞാൻ വിചാരിച്ചത് ദൈവമേ 5 ലക്ഷം രൂപ കയ്യിൽ വെറുതെ ഇരിപ്പുണ്ടായിരുന്നെങ്കിൽ
ഇതിനകത്ത് കൊണ്ട് ഡെയിലി ട്രേഡ് ചെയ്ത് ഒരു 50,000 രൂപയെ 5 ലക്ഷം രൂപ കേട്ടിട്ട് ഇപ്പോഴത്തെ എൻ്റെ കണ്ടീഷനിൽ ഇപ്പോഴത്തെ എൻ്റെ ഒരു എൻ്റെ ഒരു സ്വഭാവം വെച്ച് എൻ്റെ ഗെയിമിംഗ് മോഡ് വെച്ചിട്ട് ഞാൻ 5 ലക്ഷം രൂപയാണ് ഞാൻ ഇത് പ്രോഫിറ്റ് ഒരു 5,000 അല്ലെങ്കിൽ 6,000 പ്രതീക്ഷിക്കുള്ളൂ. കാരണം എന്താ പറയുക, അതെനിക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഏതിലൂടെ? സ്കാൽപ്പിങ്ങിലൂടെ. അതൊരു 5,000 എത്തി ഞാൻ അപ്പോൾ വിഡ്രോ ചെയ്യും. മറ്റത് കഴിഞ്ഞ അടുത്ത പ്രോഫിറ്റ് എങ്ങനെയായിരുന്നു കണ്ടോ? അവൻ താഴേക്ക് ഇറങ്ങണുണ്ടോ? 50 ദിവസം താഴേക്ക് ഇറങ്ങണുണ്ടോ? കാരണം എന്തുകൊണ്ടാ? അവൻ തുടങ്ങിയത് ഏറ്റവും ടോപ്പിൽ വെച്ചിട്ടാണ് അവൻ താഴേക്ക് ഇറങ്ങുന്നുണ്ട്. എൻ്റെ പ്രഡിക്ഷൻ അങ്ങനെയാണ്. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നവൻ അവൻ താഴോട്ട് ഇറങ്ങും. അത് ഇറങ്ങുമ്പോൾ പിടിക്കും. ഇപ്പം ആ നേരത്തെ നിങ്ങളെ കാണിച്ച സമയത്ത് ഞാൻ ഇപ്പോൾ സെല്ലായിരിക്കും ഞാൻ എടുക്കുക. ആ സെല്ല് എടുത്തിരുന്നെങ്കിൽ എനിക്കിപ്പോൾ പ്രോഫിറ്റാണ്. അത് എവിടെ വെച്ച് നിൽക്കണോ? ഇപ്പോൾ ഒരു പച്ച കത്തി, അത് എനിക്ക് അത്ര വിഷയമുള്ള കാര്യമില്ല. വീണ്ടും ഇറങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ ഇറങ്ങിയ സമയത്ത് ഇതിപ്പോൾ ഇത്ര എത്തിയെന്ന് വെച്ചോ, ഇത്ര ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഏകദേശം 687 മുതൽ ഏകദേശം ഏതാണ്ട് 682 വരെ ഇറങ്ങി. ധാരാളം. ഞാൻ ഈ സമയത്തൊക്കെയാണ് ഞാൻ തീർച്ചയായിട്ടും വിഡ്രോ ചെയ്തിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും മൂവ്മെൻറ്റ് മതി, എനിക്ക് അത്രയും പ്രോഫിറ്റ് മതി. ഒരു ട്രേഡിൽ നിന്ന് ഞാൻ 2% 3% ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ കട്ട് ഓഫ് ആകും. കാരണം വെച്ചാൽ മൂവ്മെൻറ്റ് കുറവാണെങ്കിൽ കേട്ടോ, നല്ല മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിൽക്കും. എപ്പോൾ ട്രേഡ് എടുക്കുമ്പോഴും എനിക്ക് 2% മതിയേ എന്നും പറഞ്ഞിട്ടല്ല ഞാൻ നിൽക്കുക. കണ്ടോ? അങ്ങ് കരുതണ്ടോ? അപ്പോൾ ആ 682 നമ്മൾ കട്ടാക്കാതെ നമുക്ക് അത്രയും പ്രോഫിറ്റാണ്. അത് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലോ അവനടിച്ച് മേലോട്ട് കയറും. ഇതാണ് എൻ്റെ കുഴപ്പം. ഈ ട്രേഡിങ്ങിൽ ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞു, ഇത് ഒരിക്കലും ഞാനിത് പ്രൊമോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഞാൻ സെല്ലെടുക്കാനുള്ള ഒരു റീസൺ ഇതാണ്. കണ്ടോ? അവനും ഫുള്ള് മേളിലോട്ട് കയറിയാണ് നിൽക്കുന്നത്. അപ്പോൾ അവൻ ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഇത് 1 ഇയറിനുള്ള കേസാണ് കേട്ടോ. നമ്മളിത് നമുക്കതങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മൾ ഒരുപാട് നാൾ കൂടി വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്തൊക്കെ വെച്ചിട്ട് ഒരു കുറച്ച് ഡെലിവറി ഇൻട്രാഡേ അല്ല ഡെലിവറി എടുക്കണം. ഡെലിവറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് സെയിൽ ചെയ്യുന്നില്ല, കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് ഒരു 2 മാസം 4 മാസം 5 മാസം കഴിഞ്ഞിട്ടൊക്കെ സെയിൽ ചെയ്യണമെന്നുള്ളൂ എന്ന് ഓർത്തിട്ടാണ് ഇതൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല കോടീശ്വരന്മാരാവും കുറച്ച് കാശ് ഇട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ. കാരണം ഇവൻ നല്ല പൊക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ. അത് നമുക്ക് ഇപ്പം പറയാൻ പറ്റും. അന്ന് ഇപ്പം ഞാൻ പറഞ്ഞത് കേട്ടിട്ട് അന്ന് നിങ്ങൾ ഒരുപാട് കാശ് ഇൻവെസ്റ്റ് ചെയ്തു, അന്ന് പറഞ്ഞത് പൊങ്ങിയില്ല, അതിനെ നഷ്ടത്തിലോട്ട് പോയെന്നുണ്ടെങ്കിൽ നമ്മളിട്ട കാശ് മുഴുവൻ പോയി. ഈ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഞാണമേ കളിയാണ്. ഇതിലേക്ക് കയറി ആദ്യം നിങ്ങളാരും കയറി കാശ് ഇൻവെസ്റ്റ് ചെയ്തത്. ബിഗിനേഴ്സ് എല്ലാവരും പേപ്പർ ട്രേഡ് ചെയ്യും. നിങ്ങളൊരു മാസത്തോളം നിന്ന്, ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊരു മാസത്തോളം നിൽക്കും. ഒരു മാസത്തോളം നിന്നിട്ട് നോക്ക് വോൾട്ടാസ് അവൻ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ വോൾട്ടാസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് സെല്ലെടുക്കാൻ തന്നെയാണ് താല്പര്യം. എന്തുകൊണ്ടാണ് ഞാൻ ആ താല്പര്യം പറഞ്ഞത്? അവൻ തുടങ്ങി ഏറ്റവും മേളിലെത്തി. ഇനി മേളിലോട്ട് കയറാനല്ല, ഇനി ഇറങ്ങാനാണ് ചാൻസ് എനിക്ക് തോന്നി. കണ്ടോ അവൻ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ തോന്നലുകൾ എപ്പോഴും അത് ശരിയായിക്കൊള്ളുന്നില്ല. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നൊരു ക്ലാസ്. ഇതിപ്പോൾ മേലോട്ട് പോയിരുന്നെങ്കിൽ എന്ത് പറ്റുമായിരുന്നു? എൻ്റെ കാശ് പോകുമായിരുന്നു. വെറുതെ കാശ് മാത്രമാണ്, ഇതിൻ്റെ കാശ് മാത്രമാണ് പോണേ. ഇതിൻ്റെ കാശും ഈ ട്രേഡ് ചെയ്തതിൻ്റെ ബ്രോക്കർ കാശും ഇതിൻ്റെ മറ്റേ ടാക്സും എല്ലാം കൂടിയിട്ട് നമുക്ക് പോകുന്നത് 2,000 രൂപയാണെങ്കിൽ നമ്മുടെ എമൗണ്ടിൽ നിന്ന് കട്ടാക്കുന്നത് 2,500 2,200 2,300 രൂപയോളം കട്ടാക്കും. ഈ ടാക്സും ബ്രോക്കറേജ് എല്ലാം കഴിഞ്ഞിട്ട് കിട്ടുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. കിട്ടുകയാണെങ്കിൽ എന്ത് പറ്റും? ഈ 2,000 രൂപ കിട്ടി, നമ്മുടെ എമൗണ്ട് നെക്സ്റ്റ് ഡേ നോക്കുമ്പോൾ നമുക്ക് കിട്ടിയ എമൗണ്ട് മൊത്തം എടുത്ത് നോക്കുമ്പോൾ ഒരു 1,700 ഉണ്ടാവുള്ളൂ. നമുക്ക് കിട്ടി 2,000 ഉള്ളൂ. പിന്നെ ഈ ബാക്കി 300 തെങ്ങോട്ട് പോയി. അത് ബ്രോക്കറേജും ടാക്സും ഒക്കെ ആയിട്ട് പോയതാണ്. നിങ്ങളൊരു ഡയറി എടുക്കുക, ഒരു പേനയും പേപ്പർ എടുക്കുക, ഡേറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വില കൂടിയതോ കുറഞ്ഞതോ ആയിക്കോട്ടെ, ഇഷ്ടമുള്ള ഏതെങ്കിലും സ്റ്റോക്ക് എടുക്കുക. എന്നിട്ട് അതിൽ എഴുതുക, ഞാൻ ഇന്ന സ്റ്റോക്ക് ഇത്ര രൂപയ്ക്ക് ഞാൻ എടുത്തു എന്ന് പറഞ്ഞിട്ട് അത് വെയിറ്റ് ചെയ്ത് നിങ്ങൾ നോക്കി വെക്കുക. നിങ്ങളുടെ പ്രഡിക്ഷൻ എന്തുകൊണ്ട് നിങ്ങളത് ബൈ എടുക്കുന്നു സെല്ലെടുക്കുന്നു എന്നുള്ളതും കൂടി നിങ്ങൾ എഴുതി വെക്കണം. അവന് നല്ല മൂവ്മെൻ്റ് ഉണ്ട്, നേരത്തെ ഒരുപാട് മുമ്പ് താഴെയായിരുന്നു, ഞാൻ കയറാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആ സൈറ്റിലത് അങ്ങനെ പറഞ്ഞതുകൊണ്ട്. അല്ലെങ്കിൽ നിഫ്റ്റി 50 ഉണ്ടോ? ഏറ്റവും മേലുണ്ടോ? 43 വെച്ചേക്കണം. 43 പ്ലസ് ആണ്. ബാങ്ക് നിഫ്റ്റി നോക്കി മൈനസാണ്. അപ്പോൾ അതിനർത്ഥം ഒരു പ്ലസ് ആൻഡ് മൈനസ് ഇങ്ങനെ അങ്ങോട്ട് കിടന്ന് ഓടിക്കളിക്കും. ഈ സ്കാൽപ്പിങ്ങിന് ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2% പെട്ടെന്ന് നമുക്ക് പ്രോഫിറ്റ് കട്ടാക്കി മാറണം. അതല്ലെങ്കിൽ അത്രയും നല്ല മൂവ്മെൻറ്റ് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ വേണം. അല്ല വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു മണ്ടത്തരമാണ്. അതിന് വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് ശരിയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഈ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ 3:30-ക്കകത്ത് നമ്മൾ വിഡ്രോ ചെയ്ത് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഈ അപ് സ്റ്റോക്സ് ബ്രോക്കർ ഓട്ടോമാറ്റിക്കലി വിഡ്രോ ചെയ്യും. ഓട്ടോമാറ്റിക്കലി വിഡ്രോ ചെയ്യുന്നതിന് മാത്രം 59 രൂപ അവർ ചാർജ് ചെയ്യും. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ നമ്മളിത് അധികം വെയിറ്റ് ചെയ്ത് നിന്നിട്ടും കാര്യമില്ല. സ്കാൽപ്പിങ്ങിൽ എപ്പോഴും നമ്മൾ അതിൻ്റേതായ പ്രോഫിറ്റിൽ നമ്മൾ മുന്നോട്ട് കയറുക. ആ കയറുന്ന സമയം എപ്പോൾ മുന്നോട്ട് കയറുക? ഈ പ്രോഫിറ്റ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നോ അപ്പോൾ നമ്മൾ അതിനകത്ത് കയറുക. ആ കുറച്ച് പ്രോഫിറ്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചാടി ഇറങ്ങിക്കോണം. ഇനി നമ്മുടെ ഊഹം തെറ്റി അവന് ഇനിയും ഒരുപാട് മേലോട്ട് പോകും, നമുക്ക് ഒരുപാട് ലാഭം കിട്ടേണ്ടതായിരുന്നു എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അതങ്ങോട്ട് വിട്ടേക്കണം.
നഷ്ടം വന്നില്ലല്ലോ, ലാഭത്തിലുള്ള നിൽക്കുന്നത് എന്നോർത്ത് നമ്മൾ വിട്ടേക്കണം. നിങ്ങൾ ബിഗിനേഴ്സ് എല്ലാവരും പേപ്പർ ട്രേഡ് ചെയ്യുക. പേപ്പർ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഡയറി എടുക്കുക, പേന എടുക്കുക, എഴുതി വയ്ക്കുക, ഞാൻ ഇന്ന ട്രേഡ് എടുക്കുന്നു, ഇന്ന കാരണം കൊണ്ടാണ് ഇന്ന ട്രേഡ് എടുക്കുന്നത്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ പ്രോഫിറ്റ് ആകുമ്പോൾ ഞാൻ കട്ടാക്കി, ഞാനത് കട്ട് ചെയ്യുന്നു. എന്തുകൊണ്ട് കട്ട് ചെയ്യുന്നു? എനിക്ക് ഇത്രയും പ്രോഫിറ്റ് കിട്ടി, എനിക്ക് ഇത്രയും പ്രോഫിറ്റ് മതി, അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ അപ്പം ഞാൻ കാശ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് എടുത്തിരുന്നു, എൻ്റെ പ്രഡിക്ഷൻ തെറ്റായിരുന്നു, എന്തുകൊണ്ട് കാശ് പോയി? അത് ചിലപ്പോൾ എൻ്റെ പ്രഡിക്ഷൻ തെറ്റായിരുന്നു, ഞാൻ താഴേക്ക് വരുന്നു വിചാരിച്ചു, താഴേക്ക് വന്നില്ല, മേലോട്ടാണ് കുതിച്ചു കയറുന്നത്. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അതിങ്ങനെ എഴുതി വയ്ക്കുക. നെക്സ്റ്റ് ഡേ അടുത്ത ട്രേഡ് എടുക്കുക. അടുത്ത ട്രേഡ് എടുക്കുമ്പോഴും മുമ്പ് തോറ്റത്തെ കാരണങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് വീണ്ടും എടുക്കുക. നിങ്ങൾക്ക് ഉണ്ടാകുന്ന ക്യാഷ് ഫ്ലോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവണം. ഇത് ഓടിച്ചാടി 50,000 25,000 ഇട്ടിട്ട് കളിച്ച് നിങ്ങളുടെ കാശ് കളയുന്ന ഇടപാടല്ല. ഞാനിത് ഇത്രയും പറയാൻ കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം വന്ന കമൻസ് കണ്ടിട്ടാണ്. ഞാൻ ആ കമൻസ് കണ്ടിട്ട് എനിക്ക് തന്നെ ഒരു പേടി. ഞാൻ കാരണം ഈ പിള്ളേർ വെറുതെ ഒരുപാട് കാശ് കൊണ്ടുപോയി കളയുമോ എന്നുള്ള ഒക്കെ നമ്മുടെ അനിയന്മാരെ പറയാനുള്ള ചെറിയ ചെറിയ പിള്ളേരാണ്. കാശ് കൊണ്ടുപോയി കളയുന്നൊരു പേടി. ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചല്ല. കമൻറ്റ് ചെയ്തിട്ട് എന്തായാലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം മനസ്സിലാവാത്തതുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും. ഇതൊന്നും സ്ക്രിപ്റ്റഡ് അല്ല. എനിക്കത് ആ വീഡിയോ കണ്ടിട്ട് എനിക്കെന്ത് നിങ്ങളോട് പറയാൻ തോന്നുന്നത് പറഞ്ഞു എന്നുള്ളൂ. നമ്മളിപ്പോൾ സ്ക്രിപ്റ്റഡ് ആക്കിയിട്ട് ഇതെല്ലാം പറഞ്ഞ് ചെയ്ത് എല്ലാം വെച്ച് ക്ലാസ് നടത്തുന്നതല്ല. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് 15/7/2024 ഇന്നത്തെ തന്നെ ട്രേഡിൻ്റെ കുറച്ച് ഭാഗങ്ങൾ എടുത്ത് കാണിച്ചു തന്നതാണ്. ഇതിനകത്ത് ഇപ്പോൾ കാണിച്ചു തന്നതിൽ എൻ്റെ പ്രഡിക്ഷൻ ശരിയായിരുന്നു. എൻ്റെ പ്രഡിക്ഷൻ എത്ര ഇറങ്ങിയിട്ടാണ് വീണ്ടും കയറുന്നത് നോക്കി. അപ്പോൾ ഇറങ്ങിയതിൻ്റെ ആ ലെവലൊന്ന് നോക്കി. അപ്പോൾ ഇതിനകത്തൊക്കെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഇറങ്ങുന്നതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ അതിൻ്റെ കൂടെ കൂടണം. ഈ കൂടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നമ്മളുടെ പ്രഡിക്ഷൻ എപ്പോഴും ശരിയായിക്കൊള്ളുന്നില്ല. ഇന്നിപ്പോൾ ഞാൻ നേരത്തെ 2 പ്രഡിക്ഷൻ പറഞ്ഞു. ആ 2 പ്രഡിക്ഷനും ശരിയായിരുന്നു. ഞാനത് ബെയ്യല്ല സെല്ലായിരുന്നു എനിക്ക് എടുക്കാൻ താല്പര്യം. കാരണം അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞില്ലേ. ആ സെല്ലെടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ആ റീസൺ പറഞ്ഞു. അവനെങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കണ വരെ നമ്മൾ നോക്കി നിൽക്കരുത്. നമുക്ക് കിട്ടുന്നൊരു പ്രോഫിറ്റ് അത് നിസ്സാര എമൗണ്ട് ആയിക്കോട്ടെ. എൻ്റെ അടുത്ത് അന്ന് കഴിഞ്ഞ ചോദിച്ച ചോദ്യങ്ങളൊന്നാണ്, ചേട്ടാ എന്തിനാ ചേട്ടാ ഈ 5,000 രൂപയ്ക്ക് എത്ര നേരം ചേട്ടാ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. 5,000 രൂപയ്ക്ക് ഇരുന്നു, 8 മണിക്ക് തുടങ്ങി 10:30 നിർത്തി, 10% പ്രോഫിറ്റ് ഉണ്ട്. എനിക്കത് ധാരാളമാണ്. ഞാനെന്നാലും അത് ഒരു കണ്ടൻറ്റിന് വേണ്ടി മാത്രം ഞാൻ അതിനകത്ത് കയറി അത്ര നേരം ഇരുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ സ്കാൽപ്പിങ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ അത്ര നേരം ഇരിക്കില്ല. പിന്നെ ഇതിനിടയിൽ ഞാൻ കമ്പനിൽ എൻജിനീയറാണ്, ഞാൻ ഇത്തിരി തിരക്കായിപ്പോയി. അപ്പോൾ ഇതിനിടയിൽ വേറൊരു പരിപാടിയായിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയി. ഞാൻ ആ പരിപാടികളൊക്കെ അറ്റൻഡ് ചെയ്ത് നമ്മളുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മനസ്സിലൂടെ ദൈവമേ എൻ്റെ ട്രേഡ് ഞാൻ അപ്പം എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ആ 70 രൂപ നിങ്ങൾ ഓർക്കണ്ടാവും. ആ 70 രൂപ നഷ്ടത്തിൽ നിന്നപ്പോൾ വിഡ്രോ ചെയ്യണം. കഴിഞ്ഞ വീട് നിങ്ങൾ ഓർക്കണ്ടാവും. 70 രൂപ നഷ്ടത്തിൽ നിന്നപ്പോൾ അയ്യോ നഷ്ടത്തിലാണ്, 70 രൂപ നഷ്ടത്തിലായി. അതായത് ഞാൻ ഇറക്കിയ എമൗണ്ടിനേക്കാളും 1.5% നഷ്ടത്തിലായി. 5,000 രൂപ ഇറക്കി, അതിനകത്ത് 70 രൂപ 75 രൂപയോളം പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇറക്കിയ എമൗണ്ട് 1.5% നഷ്ടത്തിലായി. അപ്പോൾ അയ്യോ 1.5% നഷ്ടത്തിലായി. അപ്പോൾ ഇനി അതിൻ്റെ ടാക്സും അതും മറ്റേ ബ്രോക്കറേജ് എല്ലാം കഴിഞ്ഞപ്പോൾ 2% അടുത്ത് നഷ്ടത്തിൽ വരും, 100 അടുത്ത് നഷ്ടത്തിൽ വരും. അയ്യോ അത് വിഡ്രോ ചെയ്യണം എന്നോർത്ത് നിൽക്കുമ്പോഴാണ് സൈറ്റിൽ നിന്നൊരു പണിക്കാരെ ഒന്ന് വിളിച്ചുകൊണ്ട് പോകണം ഒരു കാര്യം പറയാനായിട്ട്. വലിയ സൈറ്റാണ്, 10-60 പണിക്കാരുണ്ട്. ഞാൻ എപ്പോഴും ബിസിയാണല്ലേ. അപ്പോൾ എപ്പോഴും ട്രേഡിൻ്റെ പുറകെ എനിക്ക് നടക്കാൻ പറ്റില്ല. ഇതാണ് എൻ്റെ അന്നം. ട്രേഡല്ല, എൻ്റെ ജോലി, എൻ്റെ അന്നം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവരുടെ കൂടെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ സംശയങ്ങളും അവരുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് ഞാൻ പിന്നെ 10:30 ഓപ്പൺ ചെയ്യണേ. 10:30 ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ റെക്കോർഡ് ഫോൺ സ്ക്രീൻ റെക്കോർഡ് ഓപ്പൺ ആക്കിയിട്ട് തന്നെ ഓപ്പൺ ചെയ്തത്. 10:30 ആയപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു ബോധോദയം ഉണ്ടായത്. അയ്യോ എൻ്റെ ട്രേഡ് കാശെല്ലാം പോയി കാണും. കാരണം ഇത് നോക്കി നിൽക്കണേ, മൊബൈലിൽ കറക്റ്റ് ഇങ്ങനെ നോക്കി നിൽക്കണം. മൊബൈലാണെങ്കിൽ ശരി, സിസ്റ്റത്തിൽ നമ്മളിങ്ങനെ നോക്കി നിൽക്കണം, ഇത് ഇറങ്ങുകയാണോ കയറുകയാണെന്ന്. ഞാൻ എടുത്ത് നോക്കിയപ്പോൾ എന്തെന്നാ 70 രൂപ നഷ്ടത്തിൽ നിന്നത് പിന്നെ അത് കാണിച്ചത് 140 രൂപ ലാഭത്തിലാണ്. അപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്, മക്കളെ 2.5% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്, എനിക്കിത് മതി കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് കയറി നേരെ കട്ട് ഓഫ് ചെയ്തു. താഴെയും ഒരു 100 ചില്ലാനം എന്തോ താഴെയും വേറെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5,000 രൂപ ഇട്ടപ്പോൾ 2.5 മണിക്കൂർ കൊണ്ട് എനിക്ക് അതിനകത്ത് കിട്ടിയത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 10% അടുത്താണ്. ഒരു 500 ചില്ലാനം രൂപ എന്താണ് കിട്ടിയത് മൊത്തം. അപ്പോൾ 10% അടുത്താണ് എനിക്ക് കിട്ടിയത്. പക്ഷേ അത് ഞാൻ അറിഞ്ഞുകൊണ്ട് കളിച്ചതല്ല. ആ പണിക്കാർ വിളിച്ചുകൊണ്ട് പോയി തിരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ദൈവമേ എൻ്റെ കാശ് പോയോ എന്ന് ഓർത്ത് നോക്കിയെടുത്തപ്പോൾ അല്ല, പ്രോഫിറ്റിലായിരുന്നു. അതെൻ്റെ ഭാഗ്യം. ഇതൊന്നും നമ്മുടെ ഈ പറഞ്ഞ ക്ലാസ്സുകൾ തരുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ ഇതിനകത്തുള്ള ആർക്കോ
ഈ നമ്മളുടെ പ്രഡിക്ഷൻ ഇതിനകത്ത് നടക്കുന്ന നമ്മുടെ പ്രഡിക്ഷൻസ് എല്ലാം സത്യമാക്കാനോ അല്ലെങ്കിൽ അതിനൊക്കെ ഒരു ചാൻസസ് നമുക്ക് തരാൻ പറ്റുള്ളൂ. ഞാനിന്നിപ്പോൾ രണ്ട് പ്രഡിക്ഷൻസ് പറഞ്ഞു, രണ്ടും ശരിയായിരുന്നു. ഇനിയിപ്പോൾ അതിനകത്ത് കയറി നോക്കി കഴിഞ്ഞാണ്ടല്ലോ ആ രണ്ടും തെറ്റായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ കയറി നോക്കുമ്പോൾ ആ രണ്ടും മേലോട്ട് കയറി ഉണ്ടാവും. ഞാൻ രണ്ടും സെല്ലാ പറഞ്ഞത്, ഇപ്പോൾ രണ്ടും മേലോട്ട് കയറി ഉണ്ടാവും, നമ്മുടെ കാശ് നഷ്ടം വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഇറങ്ങിയ സമയത്ത് ആ പ്രോഫിറ്റ് കിട്ടുമ്പോൾ ഞാൻ ചാടി കട്ട് ഓഫ് ചെയ്ത് ഇറങ്ങി. എനിക്കിതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ? എനിക്കിതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ പ്രോഫിറ്റിൽ ഞാൻ നിൽക്കുന്നത് എന്താ കാരണം എന്ന് വെച്ചാൽ വലിയ അതിമോഹങ്ങൾ ഉണ്ടാവാതിരുന്നിട്ടൊന്നുമല്ല. എനിക്കും വേണം ഫെറാറി, എനിക്കും വേണം ഫ്ലാറ്റും എല്ലാം. ഇതൊക്കെ എനിക്ക് ആഗ്രഹമുള്ളതാണ്. അതിമോഹമായിട്ട് അതിനകത്ത് അങ്ങനെ അതിമോഹം കൊണ്ട് നിൽക്കാൻ പറ്റിയൊരു സാധനമല്ല ഈ ട്രേഡിങ്. അതാദ്യം മനസ്സിലാക്കുക. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കാശ് ഇൻവെസ്റ്റ് ചെയ്യുക. എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക? ഡെലിവറി എടുക്കുക. ഇൻട്രാഡേ അല്ലാതെ ഡെലിവറി എടുക്കുക. അതാകുമ്പോൾ അതിലൊന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി എടുക്കുമ്പോൾ നമുക്കിപ്പോൾ ഇൻട്രാഡേ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ലിവറേജ് കിട്ടും. അതായത് ഇപ്പോൾ 561 രൂപയുടെ സ്റ്റോക്കാണ് നമ്മൾ എടുക്കണമെന്ന് വെച്ചോ, വിപ്രോ 561 നിൽക്കുന്നത്, അല്ലെങ്കിൽ SBI എന്ന് പറയുമ്പോൾ 867 നിൽക്കുന്നത്. അതാണ് നമ്മളിന്ന് ഇൻട്രാഡേയിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇപ്പോൾ ഡെലിവറിയിൽ നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് 867 രൂപയും ഒരു സ്റ്റോക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. പക്ഷേ ഇൻട്രാഡേയിൽ എടുക്കണമെങ്കിൽ നമുക്ക് അത് 100 രൂപ മതി ഒറ്റ സ്റ്റോക്ക് എടുക്കാൻ. കാരണം എന്തുകൊണ്ടാണ്? അത് ഇന്ന് തന്നെ വിഡ്രോ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് ലാഭം എന്താ? ഡെലിവറി എടുക്കുമ്പോൾ നമുക്ക് 867 രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഇൻട്രാഡേ എടുക്കണമെങ്കിൽ നമുക്ക് അതിനകത്ത് 8 സ്റ്റോക്ക് എടുക്കാം. അപ്പോൾ ആ 8 മടങ്ങ് നമുക്ക് അതിനുള്ള പ്രോഫിറ്റും ഉണ്ടാവും. നമ്മുടെ ധാരണകളൊക്കെ തെറ്റി നമ്മൾ നഷ്ടത്തിലോട്ടാണ് പോകണമെങ്കിൽ ആ 8 സ്റ്റോക്കിൻ്റെ നഷ്ടവും നമ്മൾ സഹിക്കേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഞാൻ അന്ന് എടുത്ത വീഡിയോ ഞാനത് പ്രോഫിറ്റാണെങ്കിലും ലോസ് ആണെങ്കിലും ഞാനത് അപ്ഡേറ്റ് ചെയ്തേനെ. പക്ഷേ എൻ്റെ ഭാഗ്യം കൊണ്ട് അത് പ്രോഫിറ്റിലായിപ്പോയി എന്ന് വെച്ചിട്ട് നിങ്ങൾ ഈ പിള്ളേരൊക്കെ ചാടി കയറിയതൊന്നും കയറി എടുക്കരുത്. നിങ്ങൾ ഇന്ന് തന്നെ ഒരു ഡയറി എടുക്കുക, ഒരു പേന എടുക്കുക. നിങ്ങൾക്ക് ഇതിനകത്ത് പഠിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതിനെന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കമൻറ്റ് ചെയ്ത് ചോദിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക മെയിനായിട്ട്. നിങ്ങൾ ഈ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വീഡിയോസ് ചെയ്യാൻ തോന്നുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പേനും പേപ്പർ എടുക്കുക. നിങ്ങൾ അതിനകത്ത് ഡെയിലി നിങ്ങൾക്ക് തോന്നുന്ന കാര്യം അതിനകത്ത് എഴുതി വയ്ക്കുക. ഇതിനകത്ത് വേറെ മറ്റുള്ളവർ പഠിപ്പിച്ച കാര്യങ്ങളൊന്നും ഇതിനകത്ത് വർക്കൗട്ട് ആവില്ല. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ ട്രേഡ് ബൈ എടുക്കാൻ കാരണം അല്ലെങ്കിൽ സെല്ല് എടുക്കാൻ കാരണം എന്തുകൊണ്ടാണ് അതൊന്ന് നോക്കുക. അതൊന്ന് പേപ്പറിൽ എഴുതി വയ്ക്കുക. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ബൈന്ന് എടുക്കുക. ആ എമൗണ്ട് എത്രയിലാണ് തുടങ്ങിയ ആ എമൗണ്ട് അവിടെ നോട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ പ്രഡിക്ഷൻ ശരിയാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തുക. അങ്ങനെ 1 മാസത്തോളം നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കുക കേട്ടോ. ഞാനത് ഇന്നത്തെ വീഡിയോ തന്നെ എടുത്ത് എൻ്റെ പ്രഡിക്ഷൻ ശരിയാക്കാൻ കാരണം ഇന്നത്തെ വീഡിയോൻ്റെ എടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നിങ്ങളിത് പഠിപ്പിക്കണം എന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് നമ്മളുടെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ചേട്ടാന്നൊക്കെ ചോദിച്ചു. അതൊന്നും വേണ്ട. അതിൻ്റെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതിൽ നോക്കിയാൽ മതി. നമ്മൾ മുടക്കിയ എമൗണ്ടിൽ നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ട്, എത്ര നഷ്ടമുണ്ടെന്നൊക്കെ നമുക്കറിയാൻ പറ്റും. പറഞ്ഞ സാധനമുണ്ടോ? ആ പോർട്ട്ഫോളിയോ എടുത്ത് നോക്കി ചെക്ക് ചെയ്ത് കണ്ടോ? താഴെ കണ്ടോ പോർട്ട്ഫോളിയോ കണ്ടോ? മൂന്നാമത്തെ സാധനം മൈവേൽസ് ഉണ്ട്, മൈവോറുണ്ട്, പോർട്ട്ഫോളിയോ ഉണ്ടോ? ആ പോർട്ട്ഫോളിയോ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ പ്രോഫിറ്റ് അറിയാൻ പറ്റും. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ഒരു പേപ്പറിൽ ഒരു ഡയറിയും കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ അതിലേക്ക് ഇറങ്ങി നിന്ന് നിങ്ങളതൊന്ന് ചെയ്ത് പഠിച്ചിട്ട് നിങ്ങളിതിലേക്ക് ഇറങ്ങിയാൽ മതി. അല്ലാതെ കുറച്ച് കാശ് പിന്നെ പഠിച്ച് തുടങ്ങുന്നവർ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ച് തുടങ്ങുന്നവർ എന്ത് ചെയ്യുക? 5000 രൂപ അല്ലെങ്കിൽ ഒരു 6000 രൂപ അതിൽ കൂടുതൽ ഇടരുത്. 5000 രൂപ 6000 രൂപയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 100 രൂപ 110 രൂപ 120 രൂപ അതായത് 2% ആയില്ലേ? ആ സമയമാകുമ്പോൾ കട്ട് ഓഫ് ചെയ്തോണം. 2% പ്രോഫിറ്റ് മതി. എന്നിട്ട് എന്ത് ചെയ്യുക? ഞാൻ അന്ന് കാണിച്ച കാര്യം നിങ്ങൾ വീണ്ടും ചെയ്യാതിരിക്കുക. ഏത്? അടുത്ത ട്രേഡ് എടുക്കാതിരിക്കുക. ഒരു ദിവസം ഒരൊറ്റ ട്രേഡേ പാടുള്ളൂ. അത് ലാഭത്തിലായിക്കോട്ടെ നഷ്ടത്തിലായിക്കോട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 5000 രൂപ വെച്ച് അങ്ങോട്ടേക്ക് ഇനി 1.5-2 മാസത്തോളം കളിക്കാനുള്ളത് കിട്ടും. റിവെഞ്ച് ട്രേഡിങ്, കാശ് പോയി, ഈ കാശ് ഇന്ന് തന്നെ പിടിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അടുത്ത ട്രേഡ് വീണ്ടും എടുത്ത് അടുത്ത കാശ് കൊണ്ടേ കളഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കട്ടായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇട്ടങ്ങനെ 5000 രൂപ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് 5000 രൂപ ഉണ്ടല്ലോ, 110 രൂപ വേളൂ, അടുത്തത് പോയി, അപ്പോൾ 210 പോളൂ, ഇനിയും കിടക്കാനുള്ള എമൗണ്ട് എന്ന് നോക്കുമ്പോൾ നമ്മളിപ്പോൾ എടുത്തേക്കണ ഷെയറുകൾ 40 ഷെയർ എടുത്തേക്കുന്നുണ്ടെങ്കിൽ നാളെ ഇനി എടുക്കുമ്പോൾ 36-35 നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ അവസാനം ഒരു 10 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ ഷെയർ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൊച്ചനിയന്മാരൊക്കെ ഒരു പേപ്പർ ട്രേഡിങ് ആദ്യം ചെയ്ത് കുറച്ച് ദിവസം, 1 മാസം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ദിവസമെങ്കിലും നോക്ക്, മിനിമം ഒരാഴ്ചയെങ്കിലും നോക്ക്.
നിങ്ങളുടേതായ പ്രഡിക്ഷൻസ് ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി അറിഞ്ഞു നോക്കി കേട്ടോ. എന്നിട്ട് അതിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനകത്ത് എന്തെങ്കിലും നിങ്ങളുടെ പ്രഡിക്ഷൻസ് തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് തെറ്റിയെന്നെങ്കിലും എഴുതി വയ്ക്കും. ചുമ്മാ എഴുതി വയ്ക്കുക. എന്തിപ്പോൾ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിഞ്ഞെന്ന് വരില്ല. എനിക്കും അറിയില്ല. ഞാൻ ഇതിനകത്ത് ഇപ്പോൾ 5-6 കൊല്ലം ഇതിനകത്ത് ഈ പരിപാടിയായിട്ട് പറഞ്ഞു. ഞാനും ഇതിനകത്ത് അഗ്രഗണ്യൊന്നുമല്ല. ഞാൻ ഇതിനകത്ത് ഇപ്പോഴും ശിശു ഇപ്പോൾ നമ്മുടെ ഈ ഷാരി ഷംസുദ്ദീൻ പോലെയുള്ള ആൾക്കാർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ തല പൊളിഞ്ഞു പോകും. അവന്മാർ പറഞ്ഞത് പകുതി കൂടുതൽ മനസ്സിലാവുകയില്ല. എന്നാൽ ഇതിനകത്ത് ഇത്രയും മനസ്സിലാക്കേണ്ട കേസുകളും ഇല്ല. ഇത് മേളിലോട്ട് നമ്മൾ ബയ്യാണ് അടിച്ചേക്കുന്നത്, ഇവൻ മേളിലോട്ടാണ് കയറി പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അതല്ല നമ്മൾ ബയ്യും ഈ സാധനം കുതിച്ചു ഉയർന്ന് താഴോട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാശ് പോയി. അത്രേ ഉള്ളൂ. ഇതിനകത്ത് ഇപ്പം അവൻ പറയുന്ന പോലെ ഈ ഷാരി ഷംസുദ്ദീൻ എന്നൊരു പേര് ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതിനകത്ത് ഇത്തിരി അഗ്രഗണ്യനായിട്ടുള്ള അവനാണ്. മറ്റുള്ളവരൊക്കെ ഒരുപാട് പറയുന്നുണ്ടെങ്കിലും അവനാണല്ലോ ഫേമസ്. അതുകൊണ്ടാണ് ആ പാവത്തിൻ്റെ പേര് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. അല്ലാണ്ട് എനിക്ക് ആ പാവത്തിനോട് ഒരു വിരോധവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ആള് ഒരു കണ്ടിട്ട് ഒരു നേരെ ചുവടുള്ളൊരുത്തനാന്നൊക്കെ തോന്നുന്നു. പിന്നെ അവൻ്റെ ഒരു ജീവിതമാർഗം ഇതാണ് എന്നുള്ളൂ. നമ്മുടെ ജീവിതമാർഗം ഇതാക്കാൻ നിന്ന് കഴിഞ്ഞാൽ വീട്ടിലുള്ള അച്ഛനും അമ്മേനൊക്കെ പട്ടിണിക്ക് ഇടേണ്ടി വരും. അതൊക്കെ മനസ്സിലാക്കുക. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കും മക്കളെ. നിങ്ങൾ ചോദിക്കുക, ഞാൻ കമൻറ്റ് ചെയ്യാം, റിപ്ലൈ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യട്ടോ പ്ലീസ്. ദൈവത്തെ സബ്സ്ക്രൈബ് ചെയ്യും. എന്തായാലും എനിക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ഒരു മാസം കൊണ്ട് ആക്കിയതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. താങ്ക്സ് ടു ഓൾ കേട്ടോ. ഞാൻ എൻ്റെ വീട് ഇത്രയും മതിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇനി എന്നോട് ചോദിക്കേണ്ടി ചോദിച്ചോ, ഞാൻ പറഞ്ഞു തരാം, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള ഇനി അക്കൗണ്ട് താഴെ റൈറ്റ് സൈഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട് കണ്ടോ. അത് എടുത്ത് കാശ് എങ്ങനെയാണ് ആഡ് ചെയ്യണേ, കാശ് എങ്ങനെ ആഡ് ചെയ്യുക, ഇതുപോലും അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ പണിക്കൊന്നും ഇറങ്ങാതിരിക്കുക. അതാണ് മെയിൻ. അതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് വേണം ഈ ബേസിക്കുമായിട്ട് കയറാൻ. ഈ അതുപോലും അറിയാതെ ഒരുപാട് പേര് ഇങ്ങനത്തെ കാശ് ഇടാമെന്നുള്ള ചിന്തിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞാൽ അറിയാൻ പാടാത്തതുകൊണ്ടാണ്. ചെറിയ പിള്ളേരല്ല, ഇതൊക്കെ ഓരോരുത്തർ കണ്ടും ചെയ്തും പഠിച്ചു വരുമ്പോഴല്ലേ അറിയുള്ളൂ. അല്ലാതെ ഇതൊക്കെ പഠിച്ചുകൊണ്ട് നമ്മളൊരു അമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന ആൾക്കാരാണോ? അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, അപ്പോൾ അതിൻ്റേതായ രീതിയിൽ നിങ്ങൾ കുറച്ച് ദിവസം പേപ്പർ ട്രേഡ് ചെയ്യും. ഒരു മാസം എന്ന് ഞാൻ പറയുന്നു, നിങ്ങളൊരു മാസം ചെയ്യുന്നില്ല. കാരണം ക്ഷമ ഉണ്ടാവില്ല. എന്നോട് തുടങ്ങിയപ്പോഴും എന്നോടും പലരും പറഞ്ഞു നീ പേപ്പർ ട്രേഡ് ചെയ്യാൻ. ഞാൻ 2 ദിവസം ചെയ്തു. 3 ദിവസം പിന്നെ കോപ്പ് പോട്ടെ, പോണ വഴിക്ക് പോട്ടെ, 5000 രൂപയുടെ ഗസലേ ഉള്ളൂ, പോണി പോട്ടെ എന്നോട് ഞാൻ എടുത്ത് ചെയ്തു. 5000 പോയി, ആ പൈസ പോയി. പിന്നെ അടുത്ത ശമ്പളം വന്നവരെ വെയിറ്റ് ചെയ്ത് പിന്നെ ഒരു 10000 രൂപ ഇട്ട് ആ 10000 പോയി. അത് എങ്ങനെയാണ് പോണത്? അത് ഇങ്ങനെ ഞാൻ നിങ്ങളെ ഉപദേശിച്ച പോലെ ഒരു ദിവസം ഒരു ട്രേഡ് എടുത്ത് അങ്ങനെ കളിച്ച് 1-2 മാസം കൊണ്ടല്ല ഈ 10000 പോയത്, 2-3 ദിവസം കൊണ്ടാണ്. കാരണം എന്താ, ആദ്യത്തെ ദിവസം ആദ്യത്തെ ട്രേഡിൽ 300-400 പോയിട്ടുണ്ടെങ്കിൽ അത് പിടിക്കാൻ വീണ്ടും അടുത്ത ട്രേഡ് എടുക്കും, വീണ്ടും പോവും, പിന്നെയും ട്രേഡ് എടുക്കും, പിന്നെയും പോവും, പിന്നെയും ട്രേഡ് എടുക്കും, പിന്നെയും പോവും. ഈ പോണത് മാത്രമാണ്. ഇത്രയും പോയി കഴിഞ്ഞാൽ ആ കാശും പോയി. പിന്നെ അതിൻ്റെ ഈ 3 ട്രേഡിൻ്റെ ബ്രോക്കറേജ്, അതിൻ്റെ ടാക്സ്, ഇതെല്ലാം കഴിഞ്ഞ് ചില സമയത്ത് 3.25 കട്ട് ഓഫ് ചെയ്യാതിരുന്നതിൻ്റെ പേരിൽ ഒരുപാട് വട്ടം ഓട്ടോമാറ്റിക്കലി ഈ അപ്സ്റ്റോക്സ് കട്ട് ചെയ്യും. എല്ലാ ബ്രോക്കറുമായി ഇത് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കളയും. ആ കട്ട് ചെയ്യണതിൻ്റെ ഫൈൻ അതങ്ങോട്ട് 59 രൂപയായിട്ടുണ്ട്. അപ്പോൾ കിട്ടാനിരുന്ന എമൗണ്ടൊക്കെ അങ്ങനെ എത്രയോ കട്ട് ചെയ്ത് കളഞ്ഞേക്കുന്നു, നമ്മൾ എത്രയോ കാശ് പോയേക്കുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, നിങ്ങൾക്ക് ക്ഷമ വേണം. ക്ഷമ. ഇതിനകത്ത് നിങ്ങളാദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുക. ഒരു പേനയും പേപ്പറൊക്കെ എടുത്ത് ഇത് കുറച്ച് പേപ്പർ ട്രേഡ് ചെയ്യും. പേപ്പർ ട്രേഡ് എന്ന് പറഞ്ഞാൽ അതാണ് ഡമ്മി ട്രേഡ് എന്നാണ് പറയുക. ഡമ്മി ട്രേഡ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ പ്രഡിക്ഷൻസൊക്കെ ശരിയാവുന്നുണ്ടോ ഇല്ലെന്ന് നോക്ക്. തെറ്റിക്കോട്ടേന്നേ, തെറ്റും. ഈ കാരണം എന്താ വെച്ചാൽ നമ്മൾ തുടക്കക്കാരാണ്. നമ്മൾ ഇതെല്ലാം പഠിച്ചുകൊണ്ടൊന്നുമല്ല അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തോട്ട് വന്നത്, ആണോ? അല്ല. നമ്മൾ തെറ്റാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ കണ്ടോ, ഞാൻ ആ നേരത്തെ ഇപ്പോൾ താഴേക്ക് വരുമെന്ന് പറഞ്ഞ സാധനം താഴേക്ക് വന്നിട്ട് വീണ്ടും കയറണുണ്ടോ. അപ്പോൾ ഈ താഴേക്ക് ഇനിയും വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നോക്കി നിൽക്കുമ്പോൾ എന്ത് പറ്റും, നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്താവും, പ്രോഫിറ്റ് മാറി നഷ്ടത്തിലോട്ട് കിടക്കും. അപ്പോൾ നമുക്ക് എന്താവും, ടെൻഷൻ കൂടും. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ കുറച്ച് ദിവസം ഇത് ചെയ്യും. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ 2% ഒക്കെ ആകുമ്പോൾ 2.5% ആകുമ്പോൾ നിർത്തിക്കോണം. അവിടെ കട്ട് ഓഫ് ചെയ്താൽ നമുക്ക് അത്രയും പ്രോഫിറ്റ് മതിയെന്നേ. ലോസ് അല്ലല്ലോ, പ്രോഫിറ്റ് അല്ലേ. പച്ചയല്ലേ കത്തി കിടക്കുന്നത്. നമുക്ക് എപ്പോഴും പച്ചയിൽ നിൽക്കാൻ പറ്റട്ടെ. ഏത് ബൈ ആൻഡ് സെല്ലിൻ്റെ കാര്യമല്ല കേട്ടോ, ഞാൻ പ്രോഫിറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ബെയ്യും സെല്ലും നമ്മൾ ചെയ്യണം. നമ്മൾ രണ്ടിലും നമ്മൾ ഈ ബെയിലുള്ള പ്രോഫിറ്റ് തന്നെയാണ് സെല്ലിലും നമുക്ക് കിട്ടുന്നത്. മനസ്സിലാവുണ്ടോ? ഈ ബെയ് ആണെങ്കിലും സെല്ലാണെങ്കിലും നമ്മൾ രണ്ടും എടുക്കാൻ തയ്യാറാണ്. ചില ആൾക്കാരുണ്ട് ബെയ് മാത്രം എടുക്കും, സെല്ലെടുക്കില്ല. കാരണം പച്ച എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവിൻ്റെ ഒരു ഇതായിട്ടുള്ള കാണണേ. ചുമപ്പ് നെഗറ്റീവിൻ്റെ. അപ്പോൾ നെഗറ്റീവ് വേണ്ട, പോസിറ്റീവ് മതി എന്നൊക്കെ ഓർത്ത് ചിലരിരിക്കുന്നത്.
നമ്മൾ രണ്ടും എടുക്കാൻ, ഞാൻ രണ്ടും എടുക്കും. ഞാൻ കഴിഞ്ഞ തവണ നിങ്ങൾ ഇപ്പം 2 വീഡിയോയിൽ ഞാൻ 4 ട്രേഡ് എടുത്ത് കാണിച്ചു തന്നതൊക്കെ ഈ സെല്ലെടുത്തിട്ടാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് മറ്റേ ആ കമ്പനി നശിച്ച് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ല, അത് താഴോട്ട് കുതിക്കോളൂ എന്നുള്ളൊരു പ്രഡിക്ഷൻ എനിക്കുണ്ടായിരുന്നു. പഠിച്ചോന്ന് സഹായിച്ചാൽ ആ പ്രഡിക്ഷൻ ശരിയായിരുന്നു. അതുകൊണ്ട് ഇത്രയും വർത്തമാനം പറയാൻ പറ്റി. അല്ലെങ്കിലോ അപ്പോൾ ഓക്കെ ഗൈസ്, ഇപ്പോൾ ഇനി വീഡിയോ ഒക്കെ ഒരുപാട് നീണ്ടുപോയി. ഞാനിത് ഇത്രയും പറഞ്ഞത് എൻ്റെ കൊച്ചു അനിയന്മാർ എന്തൊക്കെയോ ഞാനത് ചെയ്യാൻ പോകുന്നു, പെട്ടെന്ന് എന്തൊക്കെയോ കുറച്ച് കാശുണ്ടാക്കണം എന്നൊരാഗ്രഹം. കാശുണ്ടാക്കണം, നമുക്ക് കാശുണ്ടാക്കണം, അത് നമ്മുടെ ആവശ്യമാണ്, നമുക്ക് ജീവിക്കാനുള്ള ആവശ്യമാണ്. പക്ഷേ എങ്ങനെ കാശുണ്ടാകണ്ടേ നോക്കി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താഴോട്ട് ഇപ്പോൾ എടുത്തിരുന്നെങ്കിൽ താഴോട്ട് സെല്ലെടുത്തു, നമുക്ക് പ്രോഫിറ്റ് കിട്ടി. ഇപ്പോൾ എത്ര പച്ച മേളിൽ കയറി നോക്കി. അപ്പോൾ ഗൈസ് കമൻറ്റ് ചെയ്യുക, നിങ്ങൾ എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. 1.5 മണിക്കൂറോളം ആയില്ലേ. ഇത് കറക്റ്റ് 1 ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാൻ പറ്റാത്തതെന്നറിയാമോ? ഞാൻ ലൈവായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. ലൈവായിട്ട് എടുത്ത് റെക്കോർഡ് ചെയ്തിട്ടുന്ന വീഡിയോ ആണ്. ഇതിനകത്ത് സ്ക്രിപ്റ്റഡ് ആയിട്ടൊന്നുമില്ല. അവനത് അന്നാണോ അപ്പോൾ അതിനകത്ത് മുകളിലേക്കാണ് വരുന്നത്, അപ്പോൾ നമുക്കിത് മേലോട്ട് പറയാമെന്ന് വീഡിയോ നോക്കി അത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് ഇരുന്ന് തള്ളുന്നതല്ല, വീഡിയോയുടെ കൂടെ ഇരുന്ന് തള്ളുന്നതാണ്. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഇടയ്ക്ക് ചില റിപ്പീറ്റേഷനൊക്കെ വരും. കാരണം ഇതൊന്നും സ്ക്രിപ്റ്റഡ് അല്ലെന്നേ, നമ്മളത് പറഞ്ഞു പോകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോണതാണ്. കണ്ടോ, 50 താഴോട്ടാണ് ഇറങ്ങണേ. നേരത്തെ ആദ്യം പറഞ്ഞ ഒരു പ്രഡിക്ഷനിലൊന്നാണത്. പക്ഷേ ഇനി ഞാൻ നോക്കി വയ്ക്കില്ല. കാരണം എനിക്ക് ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം തന്നെ ശേഷം 2-2.5% പ്രോഫിറ്റായി. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ കട്ട് ഓഫ് ആവും. ഇനി 3.5 അല്ല, ഇനി 10% വരെ. കണ്ടോ, അവൻ അടുത്ത പച്ച കത്തി തുടങ്ങി. കണ്ടോ, ഞാൻ കട്ട് ഓഫ് ആക്കുമെന്ന് പറഞ്ഞിട്ട് അടുത്ത സെക്കൻഡ് പച്ച കത്തി തുടങ്ങി. ഇനി ഇത് 3.5% അല്ല 10% ആയി വരെ ഇപ്പോൾ താഴോട്ട് പോയിന്നിരിക്കും. നമുക്കത് നമുക്ക് അത്ര അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള സങ്കടമൊന്നും വേണ്ട. നമുക്ക് വേണ്ടത് എന്താ, നമ്മൾ മുടക്കിയ മുതലിൽ നിന്ന് നമ്മുടെ കാശ് പോവാതെ കുറച്ചെങ്കിൽ കുറച്ച് ചെറിയ പ്രോഫിറ്റ് അത് കിട്ടി നമ്മളതിന് കട്ട് ഓഫ് ചെയ്ത് ഇറങ്ങി പോകാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ നിർത്താണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയിക്കട്ടോ. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ പറഞ്ഞു. ഇതൊന്നും കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് നിങ്ങൾ ചാടി കയറി കുറച്ച് കാശ് ഇട്ട് നശിപ്പിക്കരുത്. അത് നിങ്ങളുടെ ഒരു അഭ്യർത്ഥനയാണ്. കാരണം കണ്ണീരും കൈ പോകും. പിന്നെ 50 മിനിറ്റ് കയറാനുണ്ടോ വീണ്ടും ഞാൻ പറഞ്ഞതിന് ശേഷം നോക്കി. ഇതാ ഞാൻ പറഞ്ഞ, ഇതിനകത്തുള്ള തെളിവുകൾ ഇവർ തന്നെ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് അതിൻ്റെ മെനക്ക് നിൽക്ക്. ഓക്കെ, ഞാൻ കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ കട്ട് ഓഫ് ചെയ്യാണ്. നിങ്ങൾ ശരിക്കും പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കും. കുറച്ച് ദിവസം പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾ കുറച്ചും സെറ്റാവും. ക്ഷമ വേണം. ഞാൻ തീരെ ക്ഷമയില്ലാത്ത ഒരുത്തരം ഞാൻ. എനിക്ക് ഇത്രയൊക്കെ എന്നോട് ഒരു മാസം പേപ്പർ ട്രേഡ് ചെയ്യാൻ വേണ്ടി ഞാൻ 2 ദിവസം ചെയ്തോളൂ. ഞാൻ 3-ാം ദിവസം 5000 രൂപ ഞാൻ തുടങ്ങി. 5000 അല്ല, ആദ്യമായിട്ട് എന്തോ 1500 രൂപ എന്തോ ആയിട്ടാണ്. 1500 രൂപ തുടങ്ങാൻ 500 രൂപ 1000 രൂപയൊക്കെ ട്രേഡ് ചെയ്യാൻ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഓരോ ട്രേഡിനും ഒരു ബ്രോക്കറേജ് ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ പ്രോഫിറ്റിലാണ് നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിലും ആ ബ്രോക്കറേജ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ കിട്ടിയ പ്രോഫിറ്റും പോയി, പിന്നെ നഷ്ടത്തിലായിരിക്കും നമുക്ക് ടോട്ടൽ എമൗണ്ട് വരാം. അതൊക്കെ അങ്ങനെ ഓപ്പൺ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു 5000 രൂപ വെച്ചിട്ട് എടുക്കുക. ചെറിയ പ്രോഫിറ്റിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് എന്നും നമുക്ക് കളിച്ച് മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. വലിയ പ്രോഫിറ്റുകളൊക്കെ നമ്മൾ ചിന്തിക്കാണ്ടിരിക്കുക. ചെറിയ പ്രോഫിറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നതാണ്. സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. കുറച്ച് നേരം കൊണ്ട് കുറച്ച് സമയം കൊണ്ട് കുറച്ച് കിട്ടുന്ന പൈസ, അത്രയേ ഉള്ളൂ. അല്ലാതെ ഫുൾ ടൈം ഒരിക്കലും നിങ്ങൾ ഫുൾ ടൈം ട്രേഡർ ആവാണ്ടിരിക്കുക. ഫുൾ ടൈം ട്രേഡർ ആയതുകൊണ്ട് ഒരുത്തരും ഇതുകൊണ്ട് അരി വാങ്ങിച്ച് വീട്ടിൽ കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ണീരും കൈയും നാട്ടുകാരെ നിന്ന് കടവും അവിടുന്ന് ഇവിടുന്ന് പെണ്ണുമ്പിള്ള സ്വർണ്ണവും വീടിൻ്റെ ആധാരമൊക്കെ വച്ചിട്ടിരുന്ന് കളിച്ച് തെണ്ടി കുത്തുവാലെടുത്ത് പോയി പിന്നെ അവൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അറിയാണ്ട് പോയി കെട്ടിത്തൂങ്ങി ചാവാന്നുള്ളതാണ്. അപ്പോഴും അവൻ എന്താ ചെയ്യുന്നത്? അവനവൻ്റെ പെണ്ണുമ്പിള്ളേനെയും വീട്ടിലെ അമ്മേനെയും അച്ഛനെയും വയസ്സായ അച്ഛനെയും അമ്മേനെയും പിള്ളേരൊക്കെ കളഞ്ഞുകൊണ്ട് അവൻ്റെ വഴിക്ക് നേരെ ആകാശത്തോട്ട് പോയി. അവിടെ ചെന്ന സ്വർഗത്തിലോ നരകത്തിലോ അത് അവൻ്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. എന്നിരുന്നാലും വോട്ടേഴ്സ് എത്ര താഴേക്ക് ഇറങ്ങി നോക്കി. എൻ്റെ പ്രഡിക്ഷൻ ശരിയായിരുന്നു. ഇപ്പം നല്ല ലാഭം കഴിയേണ്ട സമയമാണ്. അപ്പോൾ എനിവേ ഈ പ്രഡിക്ഷനൊക്കെ തെറ്റൂട്ടോ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നോട് എന്തെങ്കിലും ദേഷ്യമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരിക്കുക. എൻ്റെ ശത്രുക്കൾ ആരെങ്കിലും ഇത് കാണേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്ന സബ്സ്ക്രൈബ് കൊണ്ടൊന്നും ഞാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. അത് 1000 സബ്സ്ക്രൈബ് ആവണം, 4000 വാച്ച് അവേഴ്സൊക്കെ ആവണം, എന്നാലേ ആവുള്ളൂ എന്ന് വെച്ചിട്ട് നിങ്ങൾ ഇവൻ സബ്സ്ക്രൈബ് ചെയ്ത് ഇവൻ അങ്ങനെ രക്ഷപ്പെടേണ്ടതെന്ന് ഓർത്തിരിക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്തടുത്ത് വീഡിയോസ് ചെയ്യാൻ തോന്നും. എനിക്ക് എൻ്റെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് വീഡിയോസ് ചെയ്യാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം.
ഞാൻ പിന്നെയും ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇന്നലെ കുറച്ച് കമൻസ് തന്നെ മറ്റേ മെസ്സേജിൽ വന്നതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടി പിള്ളേരെ കാശ് പോകുന്നുള്ളത്. ഞാൻ അവന്മാരോട് പറയുകയും ചെയ്തു, പൊന്നു മക്കളെ നിങ്ങൾ ട്രേഡ് ചെയ്യില്ല, ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്, നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. ആ വീഡിയോ ചെയ്യാൻ കാരണം നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്യുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതുപോലെ എന്തെങ്കിലും ഒരു ക്ലാസ് കൂടി ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ ഓക്കെ ഗൈസ്, ബൈ, സി യു ഓൾ. എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവരും നന്നായിരിക്കട്ടെ. ബൈ.